നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് സന്തോഷസ്ഥിതിയിലാണ് ധാരാളം. അല്പം വിഷമങ്ങളുണ്ടെങ്കിലും അതുപരി കുറേ സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള യോഗങ്ങളും വന്നു ചേരുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വേളയിലെ. എന്തായാലും പ്രധാനമായിട്ട് വരുമാനം വർദ്ധിക്കും എന്നുള്ളതാണ് പ്രധാന ഘടകം. ഈ മൂലം, പൂരാടം, ഉത്രാടം നാളുകാരുടെ വരുമാനത്തിൽ അല്പം വർധനവുണ്ടാവും. ധനം വരുന്ന ചില കാര്യങ്ങളിലൊക്കെ വർധനവ് സംഭവിക്കും. അതൊരു സന്തോഷസ്ഥിതിയാണ്. അതുപോലെ തന്നെ തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗം അഭിവൃദ്ധി ഉണ്ടാവും. തൊഴിൽ രംഗത്ത് നിന്ന് മെച്ചപ്പാടുണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും, ഗുണങ്ങൾ വന്ന് ചേരും. സന്തോഷമായിട്ട് തൊഴിൽ രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് ഒരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ മൂലം പുലർന്ന് ഉത്രാടം ആളുകാരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അധികം ധാരാളമായിട്ടുള്ള ആപത്തുകളിലേക്കൊന്നും പോവില്ല. അല്പം പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ പറയുകയാണെങ്കിൽ അപകീർത്തി വന്നു ചേരാനുള്ള ഒരു സാധ്യതയും സമയമൊക്കെയാണിത്. ചില ആൾക്കാരൊക്കെ മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നാട് വീടൊക്കെ വിട്ടുപോകുന്ന ഒരു മനസ്ഥിതിയൊക്കെ തോന്നും. ചില ആൾക്കാർക്ക് വീട് വിട്ട് മാറി നിൽക്കാം, നാട് വിട്ട് മാറി നിൽക്കാം, രഹസ്യമായിട്ട് മാറി നിൽക്കാം എന്നൊക്കെ ഉള്ള ചില മനസ്ഥിതികൾ, അനാവശ്യമായിട്ടുള്ള ചില ചിന്താഗതികളൊക്കെ ചില ആൾക്കാർക്ക് തോന്നും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത്. ഈ മൂലം, പുരാടം, ഉത്രാടം നാളുകാരിൽ ചില ആൾക്കാർക്ക്, ഈ പുരാടം നാളുകാർ, ഉത്രാടം നാളുകാർ, അങ്ങനെയുള്ള ചില ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള ചില ബുദ്ധികൾ തോന്നും. അതൊക്കെ ആപത്താണെന്നാൽ കൂടി അതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ പറയുകയാണെങ്കിൽ തൊഴിൽ രംഗം, ഇവരുടെ സംരംഭമായിട്ടുള്ള തൊഴിൽ രംഗം, പല സംരംഭങ്ങൾ, പല ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അല്പം മെച്ചസ്ഥിതി ഉണ്ടാവും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. ആ രംഗങ്ങൾക്കൊക്കെ കുറച്ച് അഭിവൃദ്ധി വന്നു ചേരും. അങ്ങനത്തെ ഒരു ഗുണങ്ങളുണ്ട്. പിന്നെ പറയണമെങ്കിൽ ഈ നേത്ര സംബന്ധമായിട്ട് ചില അസുഖങ്ങൾ വന്നു ചേരാനുള്ള ഒരു സമയസ്ഥിതിയാണിത്. നേത്രവും ഉദരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചില അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. പിന്നെ ഈ മൂലം, പൂരാടം, ഉത്രാടം നാളുകാരുടെ സന്താനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാവും. പല കാര്യങ്ങളിലും വിജയം ഉണ്ടാകും. ധനപരമായിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ അവരുടെ പ്രവർത്തന മേഖലയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ വിവാഹാദി കാര്യങ്ങൾ ചില ആൾക്കാരുടെ ചില അനിഷ്ടങ്ങൾ സംഭവിച്ച് കുറച്ച് വിവാഹങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാതിരിക്കേണ്ട ചില സാഹചര്യങ്ങളിലൊക്കെ പോകും. അത് മൂലം, പുരാടമാണ് കൂടുതലും. മൂലം, പുരാടം നാളുകാർക്കാണ് കൂടുതലും ബാധിക്കാനുള്ള ഒരു സാധ്യത. കുറച്ച് വിവാഹങ്ങൾ ചിലപ്പോൾ ഭിന്നമായിട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ്. പിന്നെ പറയേണ്ടത് അപകീർത്തി, അപമാനം, അങ്ങനെയുള്ളവ എന്തായെങ്കിലൊക്കെ നമുക്ക് ബാധിക്കും, കേൾക്കാനൊക്കെ ഇടയാവും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ് ഇത്. അത് പ്രധാനമായിട്ട് തൊഴിലായിട്ട് ബന്ധപ്പെട്ടാണ് സാധ്യത കൂടുതൽ. അപകീർത്തിയും അപമാനമൊക്കെ നമ്മളെടുക്കുന്ന തൊഴിലായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ കേൾക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്താണെങ്കിലും കൂടി ഇവർക്ക് ധനപരമായിട്ട് അല്പം മെച്ചപ്പാട് പറയുന്നുണ്ട്. ധനം വന്നു ചേരാനുള്ള സാധ്യതകൾ ഒക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അത് വേണ്ടത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം. പിന്നെ നേത്രമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉദരം, വയറായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. അതൊക്കെ ചില ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ കൂടി വിദേശാദി കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാർ, വിദേശത്ത് പോകാൻ നോക്കുന്ന ആൾക്കാർ, പഠിക്കാൻ പോകാൻ നോക്കുന്ന ആൾക്കാർ, ജോലി നോക്കുന്ന ആൾക്കാർക്കൊക്കെ അഭിവൃദ്ധിയാണ്. അവർക്കൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ട് അതൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. വിദേശത്ത് പോയി പഠിക്കുക, വിദേശത്ത് ജോലി ചെയ്യുക എന്നുള്ള മനസ്സുള്ള ആൾക്കാർ, അതിന് പരിശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ ഉത്രാടം നാളുകാരുടെ ചില സന്താനങ്ങൾക്ക്, ആൺകുട്ടികൾക്ക് ചില രീതിയിലുള്ള മാനസിക ക്ലേശങ്ങളും കാര്യങ്ങളും വീഴ്ചകളും ഒടിവുകൾ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നു ചേരാനും അനുഭവിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഉത്രാടം നാളുകാരുടെ സന്താനങ്ങൾക്ക്
ആൺകുട്ടിയിലായിട്ടുള്ള സന്താനങ്ങൾക്ക് മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാവാനും കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ് നിൽക്കാനും അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് ബാധിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പ്രധാനമായിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ പല രീതിയിലും ധനപുഷ്ടി ഉണ്ടാവും. ധനം പല രീതിയിലൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയം കൂടിയാണ്, സന്ദർഭം കൂടിയാണ്. അപ്പോൾ അതൊക്കെ പേരിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ കൂടി ഈ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കും, മനസ്സിനെ തളർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ അതൊന്നും പോവാതിരിക്കണമെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ധനപുഷ്ടി ഉണ്ടാകും, ധനം അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിൽ രംഗം മെച്ചപ്പെടും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും, വിദേശാധികാരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോകാനും പിടിക്കാനൊക്കെ സാധിക്കും. പിന്നെ ഉദരം നേത്രമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉത്രാട നാളുകാരുടെ സന്താനങ്ങൾക്ക് അല്പം വിഷമസ്ഥിതി അനുഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ രോഗാവസ്ഥകൾ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് ഉത്രാട നാളുകാരുടെ സന്താനങ്ങൾക്ക്. പിന്നെ പറയുകയാണെങ്കിൽ ചില അപകീർത്തി കേൾക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സമയവും സന്ദർഭമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. വിവാഹാദി കാര്യങ്ങൾ ചില ആൾക്കാരുടെയൊക്കെ മൂലം പൂരാട നാളുകാരുടെയൊക്കെ വിവാഹങ്ങൾ ഒഴിഞ്ഞു പോകാനും അതൊക്കെ തടസ്സപ്പെട്ടിരിക്കാനൊക്കെ ചില സാധ്യതകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഇവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളാണ്, ധനപരമായിട്ടൊക്കെ കഷ്ടതകൾ തന്നെയാണെങ്കിൽ ഇവർക്ക് പ്രാർത്ഥിക്കാനും പ്രായശ്ചിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇവർ ഭദ്രയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. ഭദ്രകാളിക്ക് നെയ്വിളക്ക്, ഗുരുതി പുഷ്പാഞ്ജലി എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലാഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കാം. ഭാഗ്യസൂക്ത മന്ത്രാർച്ചന കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വിശേഷമാണ്. മഹാദേവന് കുവളത്തര കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കാം. അത് വിശേഷമാണ്. ഈ വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശമനം വരും. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള സങ്കടങ്ങൾ, കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടും ഈ വഴിപാടുകൾ കഴിച്ചു കഴിഞ്ഞാൽ. എന്താണെങ്കിലും എല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഇതിൽ സംശയങ്ങളൊക്കെ ആരിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ഇടാം, അറിയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു തരും. എന്താണെങ്കിലും ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളെല്ലാവരും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.